Hello, welcome to market discussion of the day. Today, 15th of July 2025, Tuesday ആണ്. സോ അതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇന്ന് നമ്മൾ മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കണം എന്ന് നേരത്തെ മുതലേ പറഞ്ഞ് തീരുമാനിച്ചുറപ്പിച്ച ദിവസമാണ്. കാരണം എന്താണ്? ഇന്ന് CPI ഡേ ആണ് അല്ലേ? സോ US നിന്ന് CPI വരുന്ന ദിവസമാണ് എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രത്യേകത. സോ ഇന്ന് നമുക്ക് CPI വരുന്നത് US നിന്നുള്ള CPI വരുന്നത് ഉച്ചയ്ക്ക് 1:30 മണിക്കാണ്. UK ടൈമിംഗ് ഉച്ചയ്ക്ക് 1:30 മണിക്കാണ് ഈ പർട്ടിക്കുലർ ന്യൂസ് വരുന്നത്. ആ സമയത്തിന് മുന്നേ ആയിട്ട് ഓപ്പൺ പൊസിഷൻസ് ഉള്ളവർ മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുത്തു പറയാനായിട്ടുള്ളത്. സോ അതിൻ്റെ കൂടെ തന്നെ ഇന്ന് വൈകുന്നേരം രാത്രി UK ടൈമിംഗ് 9 മണി. ഓക്കെ, സോ എനിക്ക് തോന്നുന്നത് രാത്രി ഇന്ത്യൻ ടൈമിംഗ് ഒക്കെ പാതിരാത്രി ആയിരിക്കും. ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഗവർണറിൻ്റെ സ്പീച്ച് ഉണ്ട്. സോ ആ ഒരു സമയത്ത് ഇപ്പം GBPയിലൊക്കെ മാർക്കറ്റ് താഴോട്ട് പോയൊരു കാഴ്ച നമുക്ക് ഇന്നലെ കാണാൻ പറ്റും അല്ലേ? 1.3500 താഴെയായിട്ട് മാർക്കറ്റ് കടന്നിട്ടുണ്ടെന്നുള്ളൊരു കാര്യമൊക്കെ നമുക്ക് മനസ്സിലാവും. 1.34508 നിൽക്കുന്നു മാർക്കറ്റ്. സോ ചിലപ്പോൾ ഈ ഒരു സ്പീച്ചോട് കൂടി മാർക്കറ്റ് മുകളിലോട്ട് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അത് നമ്മളൊന്ന് കെയർഫുൾ ആയിട്ടിരിക്കുക. ഈ രണ്ട് കാര്യങ്ങളാണ് ഇന്ന് മെയിനായിട്ടും നമുക്ക് ന്യൂസ് കലണ്ടർ ബേസ് ചെയ്തിട്ട് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട രണ്ട് കാര്യങ്ങൾ. പക്ഷേ നാളെ നമുക്ക് ഈസിലി നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് മാർക്കറ്റിലെ ടെക്നിക്കൽ ബേസ് ചെയ്തിട്ട് ട്രേഡ് ചെയ്യാം. CPI ഉണ്ട്, UK എന്നുള്ള CPI ഉണ്ട്. അത് GBPയിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരൊന്ന് കെയർഫുൾ ആയിരിക്കുക. നാളത്തെ ദിവസം രാവിലെയാണ് 7 മണിക്കാണ് UK ടൈമിംഗ് 7 മണിക്കാണ് ഈ ഒരു ന്യൂസ് വരുന്നത്. ഉച്ചയ്ക്ക് 1:30 മണിക്ക് PPIയുടെ ന്യൂസ് ഉണ്ട്. അത് ഭയങ്കരമായൊരു വോളറ്റാലിറ്റി ഒന്നും ഉണ്ടാക്കാനുള്ള പോസിബിലിറ്റി ഇല്ല. പക്ഷേ എന്നിരുന്നാലും അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസാണ്. ഒരു ചെറിയൊരു വോളറ്റാലിറ്റി ഉണ്ടാക്കാനായിട്ടുള്ള പോസിബിലിറ്റി ഉള്ള ന്യൂസും കൂടെയാണ്. ഓക്കെ, സോ അതിൻ്റെ കൂടെ ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ച്, അത് വലിയൊരു ചേഞ്ച് ഉണ്ടാക്കാനായിട്ടുള്ള പോസിബിലിറ്റി കുറവാണ് എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് എടുത്ത് പറഞ്ഞു പോകാനായിട്ടുള്ളത്. സോ ഇതാണ് കലണ്ടർ ബേസ് ചെയ്തിട്ടുള്ളത്. കലണ്ടർ ബേസ് ചെയ്തിട്ടുള്ള എല്ലാ ന്യൂസുകളും നമുക്കറിയാം. അത് ഇന്ന സമയത്ത് വരും, ഇന്ന സമയത്ത് മാറി നിൽക്കണം. പക്ഷേ US ടൈമിങ്ങിൽ ഒരുപാട് പൊളിറ്റിക്കലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം നിങ്ങൾക്കറിയാം അല്ലേ? സോ ഇന്നലെ തന്നെ യൂറോപ്യൻ യൂണിയനെതിരെയായിട്ടുള്ള താരിഫിൻ്റെ പ്രഖ്യാപനം, അതിനൊരു ഇതേവരെ ഒരു തീരുമാനമൊന്നും ആയിട്ടില്ല. ഓഗസ്റ്റ് 1 തീയതിയാണ് അത് വരും എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് ഓഗസ്റ്റ് 1 വരും എന്ന് പ്രതീക്ഷിക്കാം. അല്ലെങ്കിൽ അത് ആ ഒരു ടൈം ആകുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് നമുക്കറിയില്ല. സോ അതിൻ്റെ ടെൻഷൻ ഭയങ്കരമായിട്ട് മാർക്കറ്റിനെ ബാധിക്കുന്നുണ്ട്. അതിൻ്റെ പ്രഷറെല്ലാം കൂടുതൽ ഗോൾഡിലാണ് അത് വരുന്നത്. സോ ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, റഷ്യ ഉക്രൈൻ വാറിൻ്റെ സംബന്ധിച്ച് US എടുക്കുന്ന തീരുമാനം ഇന്നലെ ആയിരിക്കും എന്നുള്ളൊരു കാര്യം പറഞ്ഞു. ഇപ്പോൾ US ഉക്രൈനെ സപ്പോർട്ട് ചെയ്യാൻ പോവാണോ, റഷ്യക്കെതിരെ എന്തെങ്കിലും കാര്യങ്ങൾ പറയുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ എന്നിരുന്നാലും റഷ്യക്ക് 50 ദിവസവും കൂടെയാണ് US കൊടുത്തിട്ടുള്ളത്. 50 ദിവസം കൊടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ 50 ദിവസം മതി റഷ്യക്ക് ഉക്രൈൻ ഇല്ലാതാക്കാനായിട്ട്. ഓക്കെ, സോ 50 ദിവസം കഴിയുമ്പോൾ ചിലപ്പം ഉക്രൈൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ക്യാപിറ്റലൊക്കെ റഷ്യ പിടിച്ചെടുത്തിട്ടുണ്ടാവും. ഓക്കെ, സോ അത് കൊണ്ടിട്ട് തന്നെ ഈ വോർ പെട്ടെന്ന് തന്നെ അവസാനിക്കാനുള്ള ഒരു ചാൻസും അവിടെ തുറന്ന് വരികയാണ് അല്ലേ? സോ ഇതൊക്കെയാണ് നമുക്ക് പൊളിറ്റിക്കൽ സൈഡിൽ നിന്നുള്ളത്. പിന്നീട് ക്രൂഡ് ഓയിലിനകത്ത് മെയിനായിട്ടും അതിൻ്റെ മാനുഫാക്ചറേഴ്സ് ആയിട്ടുള്ള പ്രൊഡ്യൂസേഴ്സ് ആയിട്ടുള്ള സൗദി അറേബ്യയും റഷ്യയും അല്ലെങ്കിൽ OPEC പ്ലസ് കൺട്രീസ് എന്ന് പറയുന്ന ആ ഒരു കൂട്ടായ്മ ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് കുറയ്ക്കാനായിട്ടുള്ളൊരു തീരുമാനത്തിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. സോ അത് ബേസിക്കലി ആൾക്കാർക്ക് പ്രൈസ് കുറച്ച് കിട്ടും എന്നുള്ളൊരു കാഴ്ചപ്പാടിലല്ല അവർ പ്രൈസ് കുറയ്ക്കാനായിട്ടുള്ളൊരു തീരുമാനത്തിലോട്ട് വരുന്നത്. അത് ബേസിക്കലി US നിന്നുള്ള പ്രൊഡക്ഷൻ തടയാനായിട്ടും കൂടെയാണ്. ഓക്കെ, അത് മെയിനായിട്ടും തടയാനായിട്ട് വേണ്ടിയിട്ടാണ് ആ ഒരു പ്രൈസ് കുറയ്ക്കണം എന്നുള്ളൊരു തീരുമാനത്തിലോട്ട് ഈ OPEC പ്ലസ് കൺട്രീസ് വരുന്നത്. ഓക്കെ, സോ അതിലൂടെ ക്രൂഡ് ഓയിലിൽ അതിനെ എങ്ങനെ അഫക്റ്റ് ചെയ്യും, ക്രൂഡ് ഓയിലിൻ്റെ റേറ്റ് കുറയുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിക്കണ്ടിരിക്കണം അല്ലേ? സോ അത് കുറയാനായിട്ടുള്ള പോസിബിലിറ്റിയും വളരെ കൂടുതലാണ്. ഈ റീസെൻ്റായിട്ട് കുറച്ച് പേര് എൻ്റെ അടുത്ത് ക്രൂഡ് ഓയിലിൻ്റെ അപ്ഡേറ്റ് എന്താണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടിട്ടാണ് ഞാൻ ഇതിനെക്കുറിച്ച് എടുത്ത് പറഞ്ഞു പോകുന്നത്.
ഓക്കെ. സോ ഇതൊക്കെയാണ് പൊളിറ്റിക്കൽ സൈഡിൽ നിന്ന് നടക്കുന്ന കുറേ കാര്യങ്ങൾ. സോ ഇതെല്ലാം കൂടുതൽ പ്രഷർ ഉണ്ടാക്കുന്നത് ആക്ച്വലി ഗോൾഡിലാണ് എന്നുള്ളൊരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കുക. ഗോൾഡ് അപ് ട്രെൻഡിലോട്ട് മുന്നോട്ട് പോകും എന്നുള്ളൊരു കാര്യമാണ്. പക്ഷേ എവിടെ വെച്ച് വാങ്ങണം എന്ന് ചോദിച്ചാൽ നമ്മളൊന്ന് വെയിറ്റ് ചെയ്തിട്ട് പയ്യെ ഒരു തീരുമാനം എടുക്കുന്നതായിരിക്കും നല്ലത്. ഇന്ന് CPIയുടെ ദിവസമല്ലേ, അപ്പോൾ അത് ഇന്നത്തെ ദിവസം നമുക്ക് മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. ഞാൻ ടെക്നിക്കൽ സൈഡിലോട്ട് പോവാം, പക്ഷേ ടെക്നിക്കൽ സൈഡിലോട്ട് ഞാൻ പറയാൻ പോകുന്നത് നാളെ എടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. ഇന്നത്തെ ദിവസം നമ്മൾ മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുന്നത് തന്നെയായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള നമ്മൾക്ക് ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് എടുത്ത് പറയാനായിട്ടുള്ളത്. ഓക്കെ. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ JPYയിലോട്ട് വരുമ്പം JPY ഇപ്പോൾ കറന്റ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 147.696 എന്ന് പറയുന്ന റേഞ്ചിലാണ്. സോ ഇവിടെ നിന്നൊരു ട്രേഡ് എനിക്ക് റെക്കമെൻഡ് ചെയ്യണം എന്ന് വെച്ചാൽ 148 സെല്ല് തന്നെയാണ്. പക്ഷേ ഇനിയൊരു 3.5 മണിക്കൂറൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഐ മീൻ ഓൾമോസ്റ്റ് ഒരു 4 മണിക്കൂറുടെ കഴിയുമ്പോൾ നമുക്ക് ക്രൂഡ് ഓയിൽ, നമ്മുടെ CPIയുടെ ന്യൂസ് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ന്യൂസ് കഴിഞ്ഞിട്ട് മാർക്കറ്റിലോട്ട് എൻ്റർ ആവുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം എന്നുള്ളതാണ് എനിക്ക് എടുത്ത് പറഞ്ഞു പോകാനായിട്ടുള്ളത്. കാരണം നമുക്കൊന്നും പറയാനായിട്ട് പറ്റില്ല ഈ ഒരു സാഹചര്യത്തിൽ. നമുക്കൊന്നും മാർക്കറ്റിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഒരിക്കലും പറയാനായിട്ട് സാധിക്കാത്തൊരു ടൈം ആയതുകൊണ്ടിട്ട് നമുക്ക് ബെറ്റർ ആയിട്ടുള്ള CPI കഴിഞ്ഞിട്ട് നമുക്കൊരു തീരുമാനം എടുക്കുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ CPI കഴിയുമ്പോൾ മാർക്കറ്റ് എവിടെ ആയിരിക്കും, 148 കഴിഞ്ഞ് മുകളിലോട്ട് മുന്നോട്ട് പോകുമോ JPY, എന്നിട്ട് നാളെ ഒരു തീരുമാനം എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പം നാളെ നമുക്ക് 148 മുകളിലാണ് ഇന്ന് മാർക്കറ്റ് അവസാനിക്കുന്നത്. നാളെ രാവിലെ 7:30 മണി ഇന്ത്യൻ ടൈമിംഗ് 148 മുകളിലാണ് എങ്കിൽ നമുക്കൊരു ബൈ എടുത്ത് അവിടുന്ന് മുന്നോട്ട് പോകാം. അങ്ങനെയാണെങ്കിൽ 148 ടു 154 ആയിരിക്കും അടുത്ത ഗോൾഡിൽ, JBPയുടെ റേഞ്ച് എന്നുള്ളൊരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കി പോവുക. നേരെ മറിച്ച് മാർക്കറ്റ് താഴെയാണ്, 148 താഴെയാണ് ഇന്ന് അവസാനിക്കുന്നതെങ്കിൽ നമുക്ക് അവിടുന്ന് നാളെ ഒരു സെല്ല് വേണമെങ്കിലും നോക്കാം. 148.60 മുകളിലായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടി വരും. അത് നിർബന്ധമാണ്. ഞാൻ ഇന്നലെ എനിക്കൊരാൾ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. എന്താ പറയുക, പല സ്റ്റോപ്പ് ലോസ് അടിച്ചു പോകുന്നതിനെ പറ്റിയുള്ള കാര്യങ്ങൾ. ഇപ്പം ഞാൻ പറയുന്ന റേഞ്ച് ഇപ്പം 148 എടുക്കുന്ന സെല്ല് 148.60 അവിടെയല്ല നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത്, അതിൻ്റെ മുകളിലാണ്. അത് നിങ്ങളുടെ റിസ്ക് മാനേജ്മെന്റ് അനുസരിച്ച് നിങ്ങൾ തീരുമാനിക്കണം എത്ര മുകളിലാണ്. $2 $3 മുകളിൽ നിങ്ങൾക്ക് വെക്കാം. ഓക്കെ. സോ അത് നിങ്ങൾ തീരുമാനിക്കേണ്ട കാര്യമാണ് എവിടെയാണ് സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത്. പക്ഷെ അതിൻ്റെ മുകളിലായിരിക്കണം, ഞാൻ പറയുന്ന പോയിന്റിന്റെ മുകളിലായിരിക്കണം എന്നുള്ളൊരു കാര്യം ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ചു പോവുകയാണ്. ഓക്കെ. സോ ഇതാണ് എനിക്ക് JPYയിൽ പറയാനായിട്ടുള്ളത്. നേരെ യൂറോയിലോട്ട് വരുമ്പം 1.16879 നിൽക്കുന്നു. പ്രത്യേകിച്ച് ഓപ്പർച്യൂണിറ്റി നാളെ നമുക്ക് 1.1500 അടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്നുള്ളൊരു ബൈ ആണ് എനിക്ക് നമ്മുടെ യൂറോയിൽ എടുത്ത് പറഞ്ഞു പോകാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ലാപ്ടോപ്പിലെ ചാർജ് കുറഞ്ഞു, ഇപ്പം ഞാൻ ഒന്ന് കുത്തിയിട്ടോട്ടെ. സോ ഇതാണ് എനിക്ക് യൂറോയിൽ എടുത്ത് പറയാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി. വേറെ ഒരു സാഹസവും നമ്മൾ കാണിക്കേണ്ട. മാർക്കറ്റ് മുകളിലോട്ട് പോവുകയാണ് എങ്കിൽ 1.1800 വരെയൊക്കെ മാർക്കറ്റ് ഇന്നത്തെ CPIയുടെ ഡേറ്റ വന്നതിന് ശേഷം എത്തിക്കഴിഞ്ഞാൽ നാളെ വേണമെങ്കിൽ അവിടുന്ന് ഒരു സെല്ലും എടുക്കാം. നമുക്കൊരു ടൈറ്റ് ആയിട്ടുള്ള സ്റ്റോപ്പ് ലോസ് വെക്കുകയും ചെയ്യാം കേട്ടോ. മാർക്കറ്റ് കഴിഞ്ഞ വട്ടം അത് ബ്രേക്ക് ചെയ്ത് പോയപ്പം 1.1830 വരെയാണ് മാർക്കറ്റ് എത്തിയത്. അപ്പം നമുക്ക് ടൈറ്റ് ആയിട്ട് 1.1830 മുകളിലായിട്ട് സ്റ്റോപ്പ് ലോസ് വെച്ച് അവിടുന്ന് വേണമെങ്കിൽ ഒരു സെല്ലും എടുക്കാം. ഇല്ല എങ്കിൽ 1.1500 അവിടെ നമുക്കൊരു ബൈയും എടുത്ത് മുന്നോട്ട് പോകാം എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് യൂറോയിൽ പറഞ്ഞു പോകാനായിട്ടുള്ളത്. GBP നേരെ നമ്മൾ ഇന്നലെ 1.3500 അവിടെ നിന്നുള്ളൊരു ബൈ മെനഞ്ഞാന്ന് കിട്ടിയിട്ടുണ്ടാവും. പക്ഷേ മാർക്കറ്റ് മെനഞ്ഞാന്ന് അവസാനിച്ചത് 1.3500 താഴെയായിരുന്നു. എന്താ പറയുക, അത് എല്ലാ ആൾക്കാർക്കും സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ട് പോയിട്ടുണ്ടാവും. 1.3440 താഴെ സ്റ്റോപ്പ് ലോസ് വെക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. സ്റ്റോപ്പ് ലോസ് അടിച്ച് പോയിട്ടുണ്ടാവും. ഓക്കെ. പക്ഷെ എന്നിരുന്നാലും US സെഷൻ അല്ലെങ്കിൽ ഈ CPIയുടെ ന്യൂസ് വരെ 1.3500 റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. മിക്കവാറും 1.3500 താഴെ തന്നെ ആയിരിക്കും CPI വരെ ഈ പറയുന്ന GBPയുടെ ഒരു റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ താഴെ ആവാനാണ് കൂടുതൽ പോസിബിലിറ്റി ഉള്ളത്. കാരണം 1.3500 ഒരു പ്രോപ്പറായിട്ടുള്ളൊരു സപ്പോർട്ടായിട്ടായിരുന്നു നേരത്തെ ആക്ട് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ടിട്ട് CPI വരെ ആ ഒരു
പോയിൻ്റാണ് മെയിനായിട്ടുള്ളൊരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുക. അത് കഴിയുമ്പോഴായിരിക്കും മാർക്കറ്റ് എങ്ങോട്ട് പോകും. മാർക്കറ്റ് 1.3500 മുകളിലായിട്ട് ഇന്ന് അവസാനിക്കുകയും നാളെ രാവിലെ മാർക്കറ്റ് ഇന്ത്യൻ ടൈമിംഗ് 7:30 മണിക്ക് 1.3500 അടുത്ത് കിട്ടുകയാണെങ്കിൽ നമുക്ക് അവിടെ നിന്നൊരു ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. മാർക്കറ്റ് നേരെ താഴോട്ടാണ് CPIയുടെ ന്യൂസ് വന്നിട്ട് പോവുക എങ്കിൽ 1.3300 അടുത്ത് മാർക്കറ്റ് നാളെ കിട്ടുകയാണെങ്കിൽ നമുക്ക് അവിടെ നിന്നൊരു ബൈയും നമുക്ക് പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ നമ്മൾ നോക്കേണ്ട കാര്യം, കഴിഞ്ഞ വട്ടം 1.3500 താഴെയായിട്ട് മാർക്കറ്റ് പോയപ്പോൾ മാർക്കറ്റ് എവിടെ വരെ പോയി എന്നുള്ളൊരു കാര്യമാണ്. ഓക്കെ, മാർക്കറ്റ് കഴിഞ്ഞ വട്ടം പോയപ്പോൾ അതായത് ജൂൺ 23 1.33825 എന്ന് പറയുന്ന റേഞ്ചിലാണ് മാർക്കറ്റ് പോയത്. ഓക്കെ, അത് നമ്മൾ ഒന്ന് നോട്ട് ചെയ്യുക. 1.33745 ആ റേഞ്ച് വരെയൊക്കെ ഷാഡോ പോയിട്ടുണ്ട്. ഓക്കെ, സോ ആ ഒരു പോയിന്റ് നമ്മളൊന്ന് നോട്ട് ചെയ്യുക. അതിൻ്റെ മുന്നേയും 1.338 ആ ഒരു റേഞ്ചിലൊക്കെ ആയിട്ട് പോയിട്ടുള്ളത്. അപ്പോൾ 1.33 വരെ കിട്ടാനായിട്ടുള്ള പോസിബിലിറ്റി, CPI എന്ന് പറയുന്ന ഒരു ന്യൂസ് ഉറപ്പായിട്ടും 1.33 വരെയൊക്കെ എത്തിക്കാം. ഈ ഒരു പോയിന്റിൽ നിന്ന് ഒരു 10 പോയിന്റ് അല്ലെങ്കിൽ 1.3350 വരെയൊക്കെ എന്തായാലും എത്തിക്കാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ അങ്ങനെ ആണെങ്കിലും നാളെ മാർക്കറ്റ് ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് എടുക്കുന്നതായിരിക്കും ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി. അല്ല, 1.3400 കടന്ന് താഴെ പോയില്ല എങ്കിൽ 1.3400 അവിടെ നിന്ന് നമുക്ക് ബൈ എടുക്കാം. അത് നമുക്ക് ടൈറ്റായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കാം. 1.3370 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് വെച്ച് അവിടെ നിന്നൊരു ബൈ വേണമെങ്കിൽ നമുക്ക് എടുക്കാം എന്നുള്ളതാണ് GBPയിലുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ ഞാൻ പറഞ്ഞ കാര്യം 1.3500 മുകളിൽ ഇന്ന് മാർക്കറ്റ് അവസാനിച്ചാൽ അവിടെ നിന്ന് നമുക്ക് ബൈ എടുത്ത് മുന്നോട്ട് പോകാം. നേരെ മറിച്ച് താഴെ പോയി 1.3300 അവിടെ കിട്ടിക്കഴിഞ്ഞാൽ നാളെ രാവിലെ അവിടെ നിന്നൊരു ബൈ എടുക്കാം. ഇന്ന് മാർക്കറ്റ് അവസാനിക്കുന്നത് 1.3400 മുകളിലാണ് എങ്കിൽ അവിടുന്ന് വേണമെങ്കിലും ഒരു ബൈ എടുത്ത് മുന്നോട്ട് പോകാം. സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് എനിക്ക് പറയാനായിട്ട് GBPയിലില്ല. ഞാൻ എപ്പോഴും എടുത്ത് പറയുന്ന ഒരു കാര്യം കൂടെയാണ് അതല്ലേ. സോ ഇതാണ് എനിക്ക് GBPയിൽ പറയാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നേരെ നമ്മൾ ഗോൾഡിലോട്ട് വരുമ്പോൾ 3358 നിൽക്കുന്നു. 3340 എന്ന് പറയുന്ന ഒരു സപ്പോർട്ട് ചെയ്തു മാർക്കറ്റിൽ. ഓക്കെ, മാർക്കറ്റ് വീണ്ടും 3365 വരെ പോയതിനു ശേഷം മാർക്കറ്റ് താഴോട്ട് വരുന്നൊരു കാഴ്ചയെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് എനിക്കറിയില്ല. CPIയുടെ ന്യൂസിന് ശേഷം മാത്രം ട്രേഡ് ചെയ്യുക. നാളെ മാർക്കറ്റ് 3340 കിട്ടുകയാണെങ്കിൽ അവിടുന്ന് ബൈ ചെയ്യുക. 3330 കിട്ടിക്കഴിഞ്ഞാൽ അവിടുന്ന് ബൈ ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. സെൽ ഓപ്പർച്യൂണിറ്റി എനിക്ക് പ്രത്യേകിച്ച് എടുത്ത് പറയാനായിട്ടില്ല. മാർക്കറ്റ് CPIയുടെ ശേഷം മുകളിലോട്ടാണ് എങ്കിൽ 3380 ഉറപ്പായിട്ട് റെസിസ്റ്റ് ചെയ്യും. ഓക്കെ, CPIയുടെ സമയത്ത് റെസിസ്റ്റ് ചെയ്യും എന്നുള്ള കാര്യം എനിക്കറിയില്ല. കാരണം ഇന്നത്തെ CPI അത്രയും ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ പറയാനായിട്ടുള്ള റീസൺ എന്താ വെച്ചാൽ, നമുക്ക് കഴിഞ്ഞൊരു ന്യൂസ് വന്നത് ഓൾമോസ്റ്റ് 2 ആഴ്ചയ്ക്ക് മുന്നെയാണ്. ഓക്കെ, മേജർ ന്യൂസ് വന്നത്, അതായത് കഴിഞ്ഞ ആഴ്ചയ്ക്ക് മുന്നത്തെ വെള്ളിയാഴ്ചയാണ് നോൺ ഫാം പേറോൾ വന്നത്. സോ അതായിരുന്നു ഏറ്റവും ലാസ്റ്റ് ന്യൂസ്. അപ്പോൾ അതുകൊണ്ടിട്ട് അത് കഴിഞ്ഞിട്ട് ഓൾമോസ്റ്റ് 2 ആഴ്ച കഴിഞ്ഞിട്ട് ഈ ഒരു ന്യൂസ് വരുമ്പോൾ ഉറപ്പായിട്ടും അത് മാർക്കറ്റിനെ വലിയ രീതിയിൽ തന്നെ അഫക്റ്റ് ആകും എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കി പോവുക എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് എടുത്ത് പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഓക്കെ, സോ ഇത്രയൊക്കെയാണ് എനിക്ക് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷനിൽ പറഞ്ഞു പോകാനായിട്ടുള്ള കാര്യങ്ങൾ. ഇന്ന് നമുക്ക് മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുന്നത് തന്നെയായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം. നമുക്ക് സേഫായിട്ടിരിക്കാനായിട്ട് പറ്റുന്നൊരു കാര്യം. മാർക്കറ്റ് നമ്മുടെ ക്യാപിറ്റൽ പ്രൊട്ടക്ഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മളുടെ പുതിയ ഫോറക്സ് ട്രേഡിംഗ് ക്ലാസ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിന് ക്ലാസ്സിൽ കയറണം, ജോയിൻ ചെയ്യണം എന്നുള്ള ആൾക്കാർക്ക് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഉണ്ടാവും. എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസം മാർക്കറ്റ് ഡിസ്കഷൻ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നമ്മൾ നാളെ കാണുന്നത് വരെ ഗുഡ് ബൈ.